ഫഖാലു, ശ്രദ്ധിക്കണേ, ഒരാൾ തന്റെ ഉമ്മാനെയും ബാപ്പാനെയും ചീത്ത പറയൽ മിനൽ കബായിരി, വൻദോഷങ്ങളിൽ പെട്ടതാണെന്ന് ഹബീബായ നബി. ഉറക്കെ പറഞ്ഞോളൂ, ഹബീബായ നബി. ഫഖാലു, വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഫഖാലു, അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ഫകൈമ യസ്തിമു അബാഹു, ഒരാൾ എങ്ങനെയാണ് ബാപ്പാനെ ചീത്ത പറയാ? ഫഖാല, ഹബീബ് പറഞ്ഞു, യസ്തിമുർ റജുല, ഒരാൾ വേറൊരാളെ ചീത്ത പറയും. ഫയസ്തിമു അബാഹു വയസ്തിമു ഉമ്മഹു, അപ്പൊ മറ്റോന് ഇങ്ങോട്ടും ചീത്ത പറയും. അത് കബാഇറിൽ, എന്റെ ഉമ്മാനെയും ബാപ്പാനെയും വേറൊരാള് ചീത്ത പറയാൻ കാരണമാകുന്നത് വരെ വൻദോഷമാണെന്ന് മുഹമ്മദ് നബി. ഇവിടെ നമ്മൾ ഒന്നും കൂടി ചിന്തിക്കണം. ഞാൻ കെട്ടിക്കൊണ്ടുവന്ന എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മാനെ ചീത്ത പറയാം, വളരെ ചിന്തിക്കണം. ഇത് നമ്മളെ രണ്ടാമത്തെ കാര്യത്തിലൊക്കെ ഇപ്പൊ നമ്മളെ ബാപ്പാനെ ഒരാൾ ചീത്ത പറയാം, അമ്മാനെ ചീത്ത പറയാണ് എങ്കിൽ നമ്മൾ അവനെ അടിക്കാൻ നിൽക്കും, നമ്മൾ അവനോട് എതിർക്കും. നേരെ മറിച്ച് ഇവിടെ നമ്മൾ മൗനാനുവാദം കൊടുക്കുന്ന ഒരു വിഷയമുണ്ട് ഇവിടെ. വളരെ നിങ്ങൾക്കത് വെറുപ്പുണ്ടോ? അത് പറയുന്നതിന് വെറുപ്പുണ്ടോ? നിങ്ങൾ എന്താ എന്നോടൊരു ദേഷ്യമുള്ള മാതിരിയാണല്ലോ ഓരോരുത്തരും ഇരിപ്പ്. നിങ്ങൾ മക്കളെ പറ്റി പറഞ്ഞപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും. നിങ്ങൾ ആലോചിക്കുക, എന്താ ഈ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കുക. സ്വന്തം ഭാര്യ, നിങ്ങൾ ചിന്തിക്കുന്ന തമാശയല്ല. ഉമ്മാക്ക് അലിഫും ബാവും അറിയില്ല. ഭാര്യയാകട്ടെ വേൾഡ് ഹിസ്റ്ററിയിൽ PhD പാസ്സായവളാ, അല്ലെങ്കിൽ MA ബിരുദധാരിണിയാ, അവൾ ഉഷാറാ, അവൾ വാപ്പ കോർപ്പറേഷനിലെ വലിയ അവർകളാണ്, അല്ലെങ്കിൽ പഞ്ചായത്തിലെ എന്നാലിന് അവർകളാണ്, അല്ലെങ്കിൽ ഷാർജയിലെ കച്ചവടാണ്, അവളെ പെറുപ്പിച്ചാൽ വലിയ നട്ടം വരുന്നതാണ്. ഉമ്മാനെ കൊണ്ട് ഒരു പവർലുവ വാച്ചിന്റെ ഒരു തൽക്കാലം ഒരു മൊട്ട് സൂചിന്റെ ഉപയോഗം പോലും ഉമ്മാനെ കൊണ്ടില്ല. പഴയ കാലത്തിന്റെ ആൻഡി സാന്റോസ് എന്നൊരു വാച്ച്, ആ വാച്ച് നാശായി പോയാലും ചില ഉപയോഗമൊക്കെ ഉണ്ട്. അതിന്റെ ഒരു പാർട്സ് എടുത്തിട്ട് നമ്മളെ പുതിയ വാച്ചിന് മാറ്റിയിട്ടാൽ നടക്കും. ഈ ഉപയോഗം പോലും ഉമ്മാനെ കൊണ്ട് വാപ്പാനെ കൊണ്ട് നമ്മൾ കാണില്ല. അതിന്റെ പാർട്സ് വരെ മാറ്റി വെക്കാൻ പറ്റൂല, കാരണം ഉള്ള പാർട്സ് വരെ നാശായിട്ടുണ്ട്. അപ്പൊ ഒരു ആന്റി സാന്റോസ് വാച്ചിന്റെ ഉപയോഗം പോലും ഉമ്മാക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഭാര്യ അങ്ങനെയല്ല, ഉള്ള നേട്ടം മുഴുവനും അവരാ. നിങ്ങളിത് ചിന്തിക്കണം. ഉമ്മാനെയും ബാപ്പാനെയും നഴ്സറിയിലാക്കുന്നതിൽ അഭിമാനിക്കുന്നവരല്ലേ മനുഷ്യന്മാരെ ആധുനിക സമൂഹം. എന്താ അഭിമാനിക്കാനാണുള്ളത് നിങ്ങൾക്ക്? എന്താ ഇന്നത്തെ ആധുനിക സൊസൈറ്റിക്ക് എന്തേ നിങ്ങൾ നേടിയത്? നിങ്ങൾ എന്തേ ഇവിടെ നേടിയത്? നിങ്ങൾ ഈ ആധുനിക വ്യവസ്ഥയും ആധുനിക ഭരണകൂടങ്ങളും നിരുത്തരവാദികളായ മക്കളെ സൃഷ്ടിച്ചു എന്നല്ലാതെ എന്താ ഇവിടെ നേടിയത്? നിങ്ങൾക്കത് നേടാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്തെ ഒരു ഭരണകൂടത്തിനും ഈ പറയുന്നതിന് പകരം പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസ സംസ്കാരം ഇതിനെതിരാണ്. നിങ്ങളുടെ കയ്യിൽ അതിന് ഉപോത്ബലകമായ ബാപ്പയെ ബാപ്പയാണെന്ന് പഠിപ്പിക്കുന്ന, ഉമ്മയെ ഉമ്മയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരം നിങ്ങളുടെ കയ്യിലില്ല. അത് ചാണ്ടിയുടെ സർക്കാരാണെങ്കിലും വേണ്ടില്ല, അതിന് മുമ്പുള്ളവരെ സർക്കാരാണെങ്കിലും വേണ്ടില്ല. ഞാൻ കേവലം ഒരു പൊളിറ്റിക്സ് പറയുകയല്ല, അല്ലെങ്കിൽ ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലിരിക്കുന്ന വലിയ ആളുടെ സർക്കാരാണെങ്കിലും വേണ്ടില്ല. അത് പഠിപ്പിക്കുന്ന ഒരു പാഠപദ്ധതി ഇന്ന് നമ്മുടെ കയ്യിലില്ല. ബാപ്പയെ ബാപ്പയായി പകരം എന്തുണ്ടായി? എന്തുണ്ടായത്? ടി പത്മനാഭൻ സാറിന് അച്ഛൻ എന്നൊരു കഥ ഉണ്ട്. അതാണ് പത്മനാഭൻ സാറിന്റെ മാസ്റ്റർ പീസ്. ടി പത്മനാഭന്റെ അച്ഛൻ എന്ന കഥയാണ് പത്മനാഭൻ സാറിന്റെ കഥാകൃത്തായ ടി പത്മനാഭൻ സാറിന്റെ ഏറ്റവും മാസ്റ്റർ പീസായ ചെറുകഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ ഒരച്ഛൻ, ആ അച്ഛന്റെ മോനെ ഇങ്ങനെ വിവരിക്ക. എന്താ, രാവിലെ സ്വിറ്റ്സർലാൻഡിലാണ് മോന്, വൈകുന്നേരം കാനഡയിലാണ് മോന്, പിറ്റേന്ന് രാവിലെ ലണ്ടനിലാണ് മോന്, രാവിലെ ഉച്ചക്ക് വൈകുന്നേരം പറക്കാണ്. അച്ഛൻ നാട്ടിലെ ഏതോ ഓണംകേറ മൂലയിലെ ഒരു കയറ്റുകട്ടിലാണ്. അച്ഛൻ വർഷങ്ങളായി മകനെ കണ്ടിട്ടില്ല. മകൻ വലിയ ബിസിനസ്മാൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇതല്ലേ ഇന്നത്തെ സംസ്കാരം? മക്കളെയും മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കുന്ന സംസ്കാരം. ഈ സംസ്കാരമാണ് ഇന്നത്തെ ആധുനിക ലോകം. നിങ്ങൾ ആലോചിക്കണം. എന്നോട് ഈ അടുത്ത ദിവസം ഒരു ബാപ്പയും കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഒരു ബാപ്പയും മോനും തമ്മിൽ തെറ്റി. ആ വിഷയം മദ്യം പറയാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പൊ ഈ ഒരു മുസ്ലിമായ മകൻ, നിങ്ങൾ ചിന്തിക്കണം, ബാപ്പാനെ പറ്റി പറയുന്ന കുറ്റം എന്താ? ബാപ്പയും ഇവനും തമ്മിലുള്ള വിരോധം എന്താണെന്നറിയോ? ഇവൻ നിന്റെ വീട്ടിന്റെ വാപ്പ നേരം വെളുത്ത വീട്ടിന്റെ തിണ്ണയിൽ ചാരി കസേര ഇട്ടിട്ട് ഇരുന്നിട്ട് മുറ്റത്തേക്ക് തുപ്പും. ഇയാൾ ആ അങ്ങാടിയിലെ ഇയാൾ തുപ്പണല്ലോ, ഇയാൾ തുപ്പുമല്ലോ. അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഉപ്പാനെ ഗുണദോഷിക്കുകയോ അല്ലെങ്കിൽ അതിന് ഇനി ഉപ്പ ഏത് ഗുണദോഷത്തിനും വഴിപ്പെടില്ലെങ്കിൽ ഉപ്പാന്റെ തുപ്പ് നീരിന് കൈ കാണിക്കാൻ ആളെ നിർത്തണം എന്നല്ലാതെ എന്തായാലുള്ളത്. ഇയാൾ എങ്ങനെ തുപ്പിയതെന്നറിയോ? ഇയാൾ ആ അങ്ങാടിയിലെ ഏറ്റവും വലിയ പോർട്ടറായിരുന്നു. ഒരു പോർട്ടർ ഇപ്പോഴല്ലേ 75 കിലോന്റെ താഴെയായത്, പഴയത് കിൻഡൽ ചാക്ക്.
കിൻഡൽ ചാക്ക് ഞാൻ അങ്ങാടിന്ന് 100 110 കിലോ ഉള്ള ചാക്ക് ഏറ്റി ചുമന്നിട്ടാണ് ഈ മകനെ വളർത്തിണ്ടാക്കിയത്. ഇപ്പയാൾക്ക് 65 വയസ്സ് കഴിഞ്ഞു. ഇപ്പയാൾക്ക് തുപ്പല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഇത് കണ്ടിട്ട് ബാപ്പയോട് മകൻ തെറ്റി. നിങ്ങൾ തമാശയിൽ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഇവന്റെ ഭാര്യ വീട്ടുകാരാ നാട്ടിലെ പ്രധാനികളാണ്. ഇടക്കിടക്ക് അവരിങ്ങനെ കയറി വരുമ്പോ ഒരു വൃത്തികെട്ട ഒരാളെ വീട്ടിന്റെ മുന്നിൽ ഇരുത്തുക എന്നത് അവർ വിഷമകരമായ കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലം ബാപ്പാന്റെ കടത്തം പള്ളിയിലേക്കാക്കി. ഇതൊക്കെ ഞാൻ കേട്ട് പറയല്ല. അള്ളാന്റെ സദസ്സിൽ, അള്ളാന്റെ കലാമിന്റെ ഒരു സദസ്സിൽ അള്ളാഹു സാക്ഷിയാണ്, സത്യം പറയാൻ ആ വിഷയമായി സംസാരിക്കേണ്ടി വന്നപ്പോ ബാപ്പ ഉമ്മരത്തിരുന്നിട്ട് തുപ്പുന്നാണ് അവൻ പറഞ്ഞത്. ഇതാണ് എന്തേതിന് കാരണം എന്നറിയോ? എന്തേ കാരണം അവൻ ആ നാട്ടിലെ ആ അങ്ങാടിയിലെ ഏറ്റവും വലിയ ആക്ടറാണ്, ഒരു പ്രധാനപ്പെട്ട നാടക നടനാണ്. ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു നാടക നടൻ, വേണ്ട സൊസൈറ്റിയിൽ വലിയ നിലവാരമുള്ളവൻ, വലിയ പ്രധാനിയാണ്. ആളുകൾക്കും പണക്കാർക്കൊക്കെ പരിചയം, ഭരണകൂടത്തിനൊക്കെ പരിചയമുള്ള ആളാണ്. നിങ്ങൾ ചിന്തിക്കണതൊക്കെ ഞാൻ പറയുന്നത്. എന്റെ ഈ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു രീതി ആധുനിക സമൂഹത്തിന്റെ കയ്യിൽ ഉണ്ടായില്ല എന്നതിന്റെ ഏറ്റവും വലിയ നാശമാണ്. വൃദ്ധസദനങ്ങൾ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഫ്രാങ്ക്ഫർട്ടിലും ലക്സംബർഗിലുമൊക്കെ വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മലപ്പുറം ജില്ലയിൽ വരെ എത്ര വൃദ്ധസദന, എത്രയാളുള്ളത്? ഇതൊക്കെ സംസ്കാരത്തിന്റെ പൊലിമയല്ല, സംസ്കാരത്തിന്റെ തകർച്ചയും സുനാമിയുടെ കടന്നുവരലും ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ വൃദ്ധസദനങ്ങളൊക്കെ നമ്മുടെ നെഞ്ചത്താണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് എന്ന് ആധുനിക മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങൾ ഒരു വൃദ്ധസദനത്തിന് ദാറുസ്സലാം എന്നാ പേര്. ഒരു വൃദ്ധസദനത്തിന്റെ പേര് ദാറുസ്സലാം എന്നാ. കാരണം മോന്റെ വീട്ടിൽ രക്ഷയില്ല, പിന്നെ ഈ വീട്ടിലെ രക്ഷയുള്ളൂ. അവന് ദാറുസ്സലാം എന്നല്ല, പിന്നെന്താ ഇവിടെ ദാറുസ്സലാം? എന്റെ ആ കൂട്ടത്തിൽ കുറെ കത്രീനമാരുണ്ട്, കുറെ മത്തായിമാരുണ്ട്, കുറെ വേലായുധന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഇവന്റെ വാപ്പയുണ്ട്. മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു വൃദ്ധസദനത്തിന് വെണ്ടക്ക പേര് വെച്ചു ദാറുസ്സലാം വൃദ്ധസദനം. ആരാ അവിടെ ഉള്ളത്? മാന്യന്മാരായി നടക്കുന്ന പല ആളുകളുടെയും ബാപ്പമാരുടെ കുഴിമാടത്തിന്റെ മുകളിൽ കുരിശ് നാട്ടിയത് കേരളത്തിൽ എനിക്കറിയാം. ഞാൻ വെറുതെ വിടുകയല്ല, റഹ്മത്തുള്ള വെറുതെ വിടുകയല്ല. ഞാൻ നിങ്ങൾക്ക് ഫാത്തിമ എന്നതിന്റെ പേരിൽ കുരിശ് നാട്ടിയ ഫാത്തിമമാരുടെ ഖബറുകൾ എനിക്കറിയാം. കുരിശ് നാട്ടിയ മുഹമ്മദിന്റെ ഖബറുകൾ എനിക്കറിയാം. അല്ലാഹു സാക്ഷിയാണ്, എനിക്കറിയാം. ഖബറിന്റെ മുകളിൽ കുരിശ് നാട്ടിയ ഫാത്തിമമാരുടെയും മുഹമ്മദിന്റെയും ഖബറുകൾ എനിക്കറിയാം. ഇത് ഞാൻ നിങ്ങളുടെ മേളക്കൊഴുപ്പിന് വേണ്ടി പറയുകയല്ല. എനിക്കറിയാം. ഇവർക്കൊരു പ്രായം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടള്ളേണ്ടി വന്നു. ക്രിസ്തീയ പാതിരിമാർ അവരെ കൊണ്ടുപോയി അഭയഭവനുകളിലാക്കി. അവരെ മതമല്ലേ പറഞ്ഞു കൊടുക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മര്യാദയൊക്കെ പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം പോലും ഇയാൾക്കുണ്ടായില്ല. ആ മനുഷ്യന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചില്ല. മരണം വരെ നോക്കിയിട്ട് മരിച്ച ക്രിസ്ത്യാനികൾ വിട്ടുതരുമോ? ഈ അടുത്ത കാലത്ത് മുക്കത്തുകാരനോട് പറഞ്ഞൊരു അനുഭവമുണ്ട്. ഒരു വൃദ്ധനായ ഒരാളെ ബസ് സ്റ്റോപ്പിൽ വെച്ചൊരു മുസ്ലിമായ ആളെ ലഭിച്ചപ്പോ ക്രിസ്തീയ പാതിരിമാര് വന്ന് ഏറ്റെടുക്കാൻ മെനക്കെട്ടപ്പോ മുസ്ലിമീങ്ങളോട് പറഞ്ഞു അത്രേ, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോളൂ, മരിച്ചേ അങ്ങോട്ട് വരരുത്, മരിച്ചാ പിന്നെ ഞങ്ങളെ സെമിത്തേരിയിൽ ഞങ്ങൾ അടയാളത്തോടുകൂടെ മറവ് ചെയ്യുമെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു എന്നൊരു അനുഭവം മുക്കത്തുകാരനോട് പറഞ്ഞു. മുക്കത്തുകാര്